പോട്ട ബാങ്ക് കവർച്ചാ കേസിലെ പ്രതി പോലീസ് പിടിയിലായിരിക്കുകയാണ്. ഇപ്പോൾ റൂറൽ എസ് പി മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് അത് റിക്കവറി ഞങ്ങൾ പറഞ്ഞല്ലോ, റിക്കവറി എന്ന് പറയുമ്പോൾ അത് നിയമപരമായുള്ള നടപടിയാണ്. അപ്പോൾ അത് കറക്റ്റ് ഒരു ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം ഉടൻ തന്നെ ഉണ്ട്. സ്വദേശം ചാലക്കുടിയാണ്. മാത്രമല്ല ആ ചാലക്കുടി ഫെഡറൽ ബാങ്കിന്റെ നേരെ ഓപ്പോസിറ്റ് പള്ളി ഉണ്ടല്ലോ, പോട്ട പള്ളി. ആ പള്ളിയിൽ അതാണ് അയാൾ അവിടെ വരാൻ കാരണം. ആ പള്ളിയിൽ അയാൾ എല്ലാ ഞായറാഴ്ച വരാറുണ്ട്. അയാൾ അതേ ഇടവകയാണ്. ഭാര്യ ദൂർത്തടിച്ച് കളയുന്നു. അയാൾക്ക് അനാമത്ത് ചെലവുകൾ ഒരുപാടുണ്ട്, കമ്പനീസ് ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, കുറെ കാര്യങ്ങൾ. അയാൾക്ക് സാമ്പത്തിക ബാധ്യതയുണ്ട്, കുറെ പൈസ വേണമെന്ന് ആഗ്രഹമുണ്ട്. പെട്ടെന്ന് കണ്ടു, 3 കെട്ട് ഓപ്പൺ ആയിട്ടിരിക്കുന്ന കണ്ടു. അത് ഞാൻ ഫെഡറൽ ബാങ്കിൻ്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിരുന്ന കണ്ട് കറക്റ്റായിട്ട് അത് കെട്ടിവെച്ചിരുന്നതാണ്. അത് അതേപടി എടുത്തു. അപ്പോഴത്തേന് അകത്ത് ആളുണ്ട്. ഫോൺ വിളിക്കുന്ന ശബ്ദമൊക്കെ അയാൾ കേട്ടു. അകത്ത് അവർ പലരും വിളിക്കുന്നുണ്ട് ഫോൺ. അപ്പോൾ റോഡ് സൈഡാണല്ലോ, കൂടുതൽ സമയം കളയാനില്ല, ഇത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. അതാണ് അയാൾ സ്പീഡപ്പ് ചെയ്ത് നല്ലൊരു എമൗണ്ട് കിട്ടിയല്ലോ. നേരെ 3 ബണ്ടിൽ തന്നെ പെട്ടെന്ന് ഓപ്പണായിട്ടിരിക്കുക. അതാണ് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങളൊന്ന് ചോദിച്ച് ഞങ്ങളുടെ ഞാൻ അയാൾ ഫസ്റ്റ് ഓഫൻസ് എന്ന് പറയുന്നു. ചോദ്യം ചെയ്യലുണ്ട്. ചോദ്യം ചെയ്ത ശേഷം മാത്രമേ പോലീസിനെ 2 ദിവസം വളരെയധികം മുൾമുനയിൽ നിർത്തിയതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാനിങ് എത്ര നാൾ പ്രതിയുടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയാൻ അയാൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അയാൾ ഈ ഞങ്ങൾ പെട്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഞങ്ങൾക്കതൊന്നും ഈ പറഞ്ഞൊന്നും ഞങ്ങൾ അതേപടി എടുക്കുന്നില്ല. ഈ പറഞ്ഞ ഒരു കാര്യവും ഞങ്ങൾ ഫൈനലായിട്ട് എടുക്കുന്നില്ല. അയാൾ പറഞ്ഞ് കിട്ടിയ വിവരങ്ങളാണ് പറഞ്ഞത്. ഇതെല്ലാം ഞങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണം, ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമാണ്. ഞാനതാ പറഞ്ഞത്. ഉണ്ട്, അവിടെ പൈസ ഉണ്ട് എന്ന് അയാൾ എഗ്രി ചെയ്തു. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്കത് അതിന്റെ ഫോർമാലിറ്റി ഉണ്ട്. മാത്രമല്ല അയാൾ എവിടെ വെച്ചേക്കുന്നുള്ള തിരിച്ചു മറിച്ചൊക്കെ പറയുകയാണ്. അതായത് ഞാൻ അല്ല, ആ ഭാഗമൊക്കെ അന്വേഷിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. പല റൂട്ട് തിരിച്ചും മറിച്ചൊക്കെ വന്നതായിട്ട് പറയുന്നു. അതിലെല്ലാം ക്ലാരിറ്റി വേണം. ഞങ്ങൾ ഒരുപാട് സമയം കിട്ടിയില്ലല്ലോ, ചെറിയ സമയമേ കിട്ടിയുള്ളൂ. അതെല്ലാം ചോദിച്ച് അയാൾ പറഞ്ഞതിനെല്ലാം ഞങ്ങൾക്കൊരു ഫൈനൽ. അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിലാണ് ഞങ്ങൾ. പിന്നെ CCTV ഫുട്ടേജ് നോക്കി, കോൾ ഡീറ്റെയിൽസ് നോക്കി, പിന്നെ ടവർ ലൊക്കേഷൻ നോക്കി, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഉറക്കം കഴിഞ്ഞ 3 ദിവസം ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. ഞങ്ങളുടെ പോലീസ് ടീം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അത് ഇന്ന് ഞായറാഴ്ചയാണ്. ഞങ്ങളുടെ മുഴുവൻ പോലീസും നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് ചെയ്യാവുന്ന മാക്സിമം തൃശ്ശൂർ ജില്ല, റൂറൽ ജില്ലയുടെ ഈ ക്രൈം വർക്കുമായിട്ട് ഇടപെടുന്ന ഞങ്ങളുടെ മുഴുവൻ റാങ്ക് വ്യത്യാസമില്ലാതെ എല്ലാവരും, ഇവരെല്ലാം പല സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാരാണ്.